ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സന്തോഷകരമായി പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിൽക്കുന്ന പാറുവിനെയാണ്. ഇന്ന് വരെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് നൽകിയിരുന്ന സ്നേഹം ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ദേവമ്മ ഉണ്ടായിരുന്നപ്പോൾ നടത്തിയിരുന്ന ചടങ്ങാണിത്. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ പാരിതോഷികം. അത്രയും പറഞ്ഞുകൊണ്ട് മാനേജറിനോട് തൻ്റെ പെട്ടി എടുത്തുകൊണ്ടുവരാൻ പാർവതി പറയുന്നു. അങ്ങനെ മാനേജർ പെട്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ പാർവതി ആ പെട്ടി തുറക്കുകയാണ്. ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ജാസ്മിനും പ്രഭാവതിയും പ്രതാപനും. അങ്ങനെ പാർവതി അതിൻ്റെ അകത്തു നിന്നും പണമെടുത്ത് ഓരോ സ്റ്റാഫുകൾക്കും വീതിച്ച് നൽകുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാൽ. തുടർന്ന് ദേഷ്യത്തോടെ പ്രഭാവതിയും പ്രതാപനുമൊക്കെ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിശാലിനെ പാറു കാണുന്നത്. പെട്ടെന്ന് തന്നെ വിശാലിന്റെ അടുക്കലേക്ക് പാറു ഓടി ചെല്ലുന്നു. അല്ല, വിശാൽ സാർ ഇത് എപ്പോ വന്നു? ഉദ്ഘാടന ചടങ്ങെല്ലാം തന്നെ ഞാൻ കണ്ടിരുന്നെന്ന് വിശാൽ പറയുമ്പോൾ പാറുവിന് സന്തോഷമാകുന്നു. ഞാൻ ആദ്യമായിട്ടാ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തുന്നതെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, ഇനിയും കുറെ ഉദ്ഘാടനങ്ങൾ നടത്താനായി പാർവതിയെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, തനിച്ചല്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ഇനി എന്ത് മംഗളകർമ്മം ഉണ്ടെങ്കിലും പങ്കെടുക്കാൻ. ഇത് കേൾക്കുന്ന വിശാല് ചിരിച്ചുകൊണ്ട് പാറുവിനെ നോക്കുകയാണ്. അല്ല, വിശാൽ സാറ് വരത്തില്ലെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ കുറച്ചു മുമ്പ് നമ്മുടെ കമ്പനി സെക്രട്ടറി വിളിച്ചു പറഞ്ഞിരുന്നു ഏതൊക്കെ പേപ്പറിൽ ഒപ്പിടണമെന്ന്. അങ്ങനെ വന്നതാ ഞാൻ, അല്ലാതെ വരണമെന്നൊന്നും വിചാരിച്ചതല്ല. ഉദ്ഘാടനം നടത്തിയിരുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ, വിശാൽ സാറ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. കണ്ടില്ലേ, ഇപ്പോൾ അത് നടന്നില്ലേ? സത്യമാണോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതെ, എൻ്റെ മനസ്സ് ഇവിടെയല്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് വിശാലിന്റെ നെഞ്ചിൽ കൈവയ്ക്കുകയാണ് പാറു. തുടർന്ന് പാറുവിനെ ചേർത്ത് പിടിച്ച് വിശാൽ നിൽക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം കൈകൊട്ടുകയാണ്. തുടർന്ന് വിശാലും പാറുവും സന്തോഷത്തോടെ അവിടെ നിന്നിറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിശാല് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഉദ്ഘാടനമെല്ലാം ഗംഭീരമായി തന്നെ നടന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ദുഃഖമുണ്ടാകുന്ന ഒരു കാര്യം കൂടി ഇവിടെ നടന്നേനെ. എന്താ വിശാൽ സാർ, എന്താ ഉണ്ടായതെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അത് പറയാൻ തന്നെ എനിക്ക് പേടിയാണ്. ആപത്തൊഴിഞ്ഞു പോയല്ലോ വിശാൽ സാർ, കാര്യം പറയാൻ പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, തൊഴിലാളിയുടെ വേഷം ധരിച്ച ഒരാള് നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. കമ്പനി സെക്രട്ടറി എന്നെ കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് വിളിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ ആ കാഴ്ച കണ്ടത്. ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ്, അപ്പോ ഇവനാണ് നമ്മുടെ പ്ലാൻ എല്ലാം നശിപ്പിച്ചത്. അതേസമയം ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ഇവൻ എന്തിനാ ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്നത്? അതിന് ആരെങ്കിലും എന്നെ കൊല്ലാൻ നോക്കാൻ മാത്രം ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പാറു വിഷമത്തോടെ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അയാള് ആരാണെന്നോ എന്താണ് ഇതയാള് എന്തിനാണ് ചെയ്തതെന്നോ എന്തെങ്കിലും നിനക്കറിയാൻ സാധിച്ചോ? ഇല്ലമ്മേ, നിർഭാഗ്യവശാൽ അതിനു മുമ്പ് തന്നെ അയാൾ എന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. നമുക്ക് എന്താണെങ്കിലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അതൊന്നും ഇപ്പൊ വേണ്ട. അതേസമയം ഇതൊക്കെ കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ആദ്യം ഞാൻ എന്റേതായ രീതിയിലൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് മതി പോലീസിലെല്ലാം കംപ്ലൈന്റ് കൊടുക്കുന്നത്. എന്റെ കയ്യിൽ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്, അയാളുടെ ഫോൺ. ഇത് കേൾക്കുന്ന പ്രഭാവതിയും ജാസ്മിനും ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുകയാണ്. എന്താണെങ്കിലും അവൻ വാടക കൊലയാളിയാണ്, അത് ഉറപ്പാണ്. ഇതിന്റെ അകത്തെ കോൾ ഹിസ്റ്ററി എടുത്താൽ അവൻ ആരെയൊക്കെ വിളിച്ചെന്നും അവനെ ആരൊക്കെ വിളിച്ചെന്നും അറിയാൻ സാധിക്കുമല്ലോ. അതുവഴി അവനെ വിട്ടവരുടെ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അത് തന്നെ ധാരാളം. അത്രയും പറഞ്ഞുകൊണ്ട് പാറുവിനെയും കൂട്ടിക്കൊണ്ട് വിശാൽ മുറിയിലേക്ക് പോകുന്നു. എന്താണെങ്കിലും ഇത് ചെയ്തവരാരെയാണെങ്കിലും അവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല വിശാൽ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് പേടിയോടെ നിൽക്കുകയാണ് ജാസ്മിനും പ്രഭാവതിയും. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. മുറിയിലേക്ക് പോകുന്ന ജാസ്മിൻ തന്റെ കൂട്ടുകാരനെ വിളിച്ച്, നീ അയച്ച ആ വാടക കൊലയാളി ഉണ്ടല്ലോ, അവനെ വിശാൽ പിടിച്ചെന്നും അവന്റെ ഫോണിപ്പോ വിശാലിന്റെ കസ്റ്റഡിയിലാണെന്നും പറയുന്നതാണ്. എന്താണെങ്കിലും നീയല്ലേ അയാളെ ഏർപ്പാടാക്കിയത്, അതുകൊണ്ട് നിന്റെ ഫോണിലേക്ക് കോള് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ജാസ്മിൻ കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗോപിനാഥിനാണ്. ഗോപിനാഥിനുള്ള മരുന്നുമായിട്ട് മുറിയിലേക്ക് ചെല്ലുകയാണ് പാറു. പ്ലാന്റിന്റെ ഉദ്ഘാടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ അതൊക്കെ നല്ലതായിരുന്നെന്ന് പാറു പറയും. അച്ഛാ, മറ്റൊരു കാര്യം കൂടി, ഇനി മുതൽ അച്ഛനെ ആയുർവേദ മരുന്ന് കഴിച്ചാൽ മതി. അധികം വൈകാതെ തന്നെ അച്ഛൻ എഴുന്നേറ്റ് നടക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അത്രയും പറഞ്ഞ് ഗോപിനാഥിന് മരുന്ന് കൊടുത്ത് പാറു പുറത്തേക്ക് പോകുമ്പോൾ എഴുന്നേറ്റിരുന്നിട്ട് ഗോപിനാഥ് പറയുകയാണ്, അച്ഛന്റെ രോഗം മാറിയെന്ന് മോളോട് പറയാനാകുന്നില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ സമയം വരണമെന്നും ഗോപിനാഥ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. ഈ വിശാലിന്റെ കയ്യില് അവന്റെ ഫോൺ കിട്ടിയെന്നല്ലേ പറഞ്ഞത്, അപ്പോ നമ്മളും പിടിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ടെൻഷനിൽ പ്രതാപൻ പ്രഭാവതിയോട് സംസാരിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എടാ, ഈ പ്ലാൻ ഇട്ട് നമ്മളാണ്. പക്ഷേ ആ വാടക കൊലയാളിയെ നമുക്കറിയില്ലല്ലോ. അയാളുമായിട്ടുള്ള ഡീലിങ്സ് എല്ലാം ജാസ്മിനും ജാസ്മിന്റെ കൂട്ടുകാരനുമല്ലായിരുന്നോ?
അതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താണെങ്കിലും അയാളെ ചോദ്യം ചെയ്ത അയാള് നമ്മുടെ പേര് പറയില്ല, ജാസ്മിന്റെ പേരിലെ പറയൂ. പിന്നെ നമുക്കെന്താ പ്രശ്നം? എന്റെ ചേച്ചി, എനിക്കിപ്പോഴാ സമാധാനമായതെന്ന് പ്രതാപൻ പറയുമ്പോ പ്രഭാവതി പറയുകയാണ്, നമുക്ക് എന്ത് ക്രൈം വേണമെങ്കിലും ചെയ്യാം, പക്ഷേ തെളിവുകളൊന്നും അവശേഷിപ്പിക്കരുത്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. രാവിലെ കമ്പനിയിൽ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് വിശാൽ. അതേസമയം വിശാലിനുള്ള പാലുമായിട്ട് പാറു മുറിയിലേക്ക് വരുന്നു. സാറിന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അതെങ്ങനെ മാറും പാർവതി? നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനിയും വിശാൽ സാർ എന്തിനാ അതിനെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കുന്നതെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളോ? ഞാൻ അതിന്റെ പിന്നിലുള്ള അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. തലനാരിയുടെ വ്യത്യാസത്തിനാ താൻ രക്ഷപ്പെട്ടത്. എനിക്കെന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതുപോലെയല്ല തന്റെ കാര്യം. ഇപ്പോഴും എന്റെ മനസ്സ് ആ ഷോക്കിൽ നിന്നും മാറിയിട്ടില്ല പാർവതി. എന്നാലും അയാൾ എന്തിനാകും നിന്നെ കൊല്ലാൻ നോക്കിയതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് പാറു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈസ് ക്രിയേഷൻസ്.